പാതിരാവിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ സാധുമനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലെയായിരുന്നു ആ വൻമല ഹുങ്കാര ശബ്ദത്തോടെ വന്നിടിഞ്ഞത്. എന്താണ് സംഭവിച്ചത് എന്നുപോലും മനസ്സിലാക്കാനാകാതെ മണ്ണിലേക്ക് മരിച്ചു ചേർന്നു അവർ. കണ്ണീരിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് വയനാടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളെല്ലാം തന്നെയും. ഉരുൾപൊട്ടലിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞെട്ടിത്തരിച്ചിരിക്കുന്നവരിൽ കുട്ടികളും മുതിർന്നവരുമുണ്ട്. എന്താണ് ഈ ഉരുൾപൊട്ടൽ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഉരുൾപൊട്ടലിന്റെ ശാസ്ത്രീയ കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കപ്പെടുന്നത്. ഓരോ പ്രദേശത്തും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അതിന് താങ്ങാനാവുന്ന ജലത്തിന് ഒരു പരിധിയുണ്ട്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ചെടികളുടെയും മരങ്ങളുടെയും നീർച്ചാലുകളുടെയും എല്ലാം സാന്നിധ്യം തുടങ്ങിയവയാണ് ഈ ഒരു പരിധി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നിശ്ചിത സമയത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം മഴ പെയ്തിറങ്ങുമ്പോൾ പക്ഷേ മണ്ണിന്റെ സംഭരണ ശേഷി എല്ലാം തന്നെയും തകിടം മറിയും. അതാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചത്. കടുത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ സംഭരണശേഷിയേക്കാൾ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നു. ഇതിനനുസരിച്ച് മണ്ണിനടിയിലെ മർദ്ദവും വർദ്ധിക്കും. മലഞ്ചെരിവുകളിൽ താരതമ്യേന കനം കുറഞ്ഞ പാറകൾ കാണപ്പെടാറുണ്ട്. ഇവയിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ പാറകൾ പിളർന്ന് അതിലേക്ക് വെള്ളം ഇരച്ചു കയറും. ഒരു സമയം കഴിഞ്ഞാൽ ഈ മർദ്ദത്തിന് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് കടന്നേ മതിയാകൂ എന്ന അവസ്ഥയിലും എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെയാണ് ഭൂഗുരുത്വ ബലത്തിന്റെ സാന്നിധ്യം. അസ്ഥിരമായ മണ്ണിൽ താഴെ നിന്ന് ഭൂഗുരുത്വ വലിവ് കൂടി വരുന്നതോടെ മണ്ണിനടിയിലെ അവസ്ഥ പരിതാപകരമായി തീരും. മർദ്ദം ശക്തമാകും. അതിന്റെ ഫലമായി വെള്ളം മണ്ണും തുരന്ന് പുറത്തേക്ക് കുതിച്ചൊഴുകും. ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇനി എന്തായിരിക്കും ഭൂസ്ഥിരത നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നോക്കാം. മണ്ണിനടിയിലെ ശിലാപാളികൾക്ക് ശക്തിക്ഷയം സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം. മണ്ണിന്റെ അടരുകളിൽ അഥവാ പാളികളിൽ ഉണ്ടാകുന്ന ഭൗതിക രാസമാറ്റങ്ങളും ഇതിന് കാരണമാകുന്നു. മറ്റൊരു കാരണം ചെടികളും മരങ്ങളും ഇല്ലാതാകുന്നതാണ്. മണ്ണൊലിപ്പ് തടയുന്നതിലെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് മരങ്ങളും അവയുടെ വേരുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ചെടികളും മരങ്ങളും ഇല്ലാതാകുന്നത് ഭൂമിയെയും മണ്ണിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാരണം അതിശക്തമായ നാളുകൾ നീണ്ടു നിൽക്കുന്ന മഴയും അതുവഴി മണ്ണിന് സംഭവിക്കുന്ന ദ്രവീകരണവുമാണ്. ഈ കാരണങ്ങളെ കൂടാതെ തന്നെ മലമ്പ്രദേശത്തെ ഭൂകമ്പങ്ങൾ, മേഘവിസ്ഫോടനത്തെ തുടർന്ന് വൻതോതിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം മഴ പതിക്കുന്നത്, നീർച്ചാലുകൾ മൺപാളികളെ അടർത്തി മാറ്റുന്നത്, മാനുഷികമായിട്ടുള്ള മറ്റ് ഇടപെടലുകൾ എല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിന് കാരണമായി വരാറുണ്ട്. ഇത്തരത്തിൽ ഉരുൾപൊട്ടി സ്ഥിരത നഷ്ടപ്പെട്ട് താഴേക്ക് ഇളകിയിറങ്ങുന്ന മണ്ണിനൊപ്പം പാറകളും ചരലും ചെളിയും ജലവും എല്ലാം ഉണ്ടാകും. നമ്മുടെ വീടുകളിലെയൊക്കെ തന്നെയും പൈപ്പ് പെട്ടെന്ന് ഫുൾ സ്പീഡിൽ തുറന്നാൽ എങ്ങനെയുണ്ടാകും, അതുപോലെ തന്നെയായിരിക്കും ഉരുൾപൊട്ടൽ വഴിയുള്ള ജലത്തിന്റെ കുതിച്ചുവരവും. മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയുണ്ടാകും അതിന്. ഈ വരവിനിടെ വഴിയിൽ കാണുന്ന മരങ്ങളും ചെടികളും പാറകളും എല്ലാം തന്നെയും ഇളകിമറിയും. അവയും ഈ മണ്ണിനൊപ്പം ചേരും. ഇതോടെ ശക്തി ഇരട്ടിയായി മാറും. ഒഴുക്കിന്റെ പാതയിലുള്ള സകലതും തച്ചു തകർത്തായിരിക്കും പിന്നീടുള്ള ഓരോ യാത്രയും. ആ യാത്രാ വഴിയിൽ വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം മണ്ണിൽ പുതയും, നശിച്ച് നാമാവശേഷമാകും. വയനാട് മേപ്പാടി മേഖലയിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമെല്ലാം ഒരു പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കിയാണ് ഉരുൾപൊട്ടൽ കുതിച്ചുപാഞ്ഞത്. മുണ്ടക്കൈയിൽ നിന്ന് കിലോമീറ്ററുകളേറെ അകലെയുള്ള ചാലിയാർ പുഴയിലേക്ക് വരെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഒലിച്ചെത്തി എന്ന് പറയുമ്പോഴറിയാം എത്രമാത്രം ശക്തിയോടെയാണ് മണ്ണും കല്ലും പാറകളും വെള്ളവും കുതിച്ചെത്തിയതെന്ന്. ഇത്തരത്തിൽ അതിഭീകരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തത്തെ ചെറുക്കാനാവില്ലേ അല്ലെങ്കിൽ പ്രതിരോധിക്കാനാവില്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാം തന്നെയും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകും. ചെരിവുള്ള സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലുള്ളത്. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യത ഏറെയുണ്ടെന്നാണ് ഭൗമശാസ്ത്ര വിദഗ്ധരും പറയുന്നത്. 24 മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നേരത്തെ തന്നെ നൽകാറുമുണ്ട്. എന്നാൽ മഴ പോലെ ഉരുൾപൊട്ടലിനെ ഒരിക്കലും ശാസ്ത്രീയമായി പ്രവചിക്കാൻ സാധിക്കാത്തതിനാൽ മുന്നറിയിപ്പ് നൽകുന്നതിനും ഏറെ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ ഏറെ ശ്രദ്ധ വേണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു സംഗതി കൂടെയുണ്ട്. ഇടുക്കി, കണ്ണൂർ, വയനാട് ജില്ലകളിൽ കാണപ്പെടുന്ന ഭൂമി ഇടിഞ്ഞു താഴുന്ന ഒരു പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. മണ്ണിനടിയിൽ എലികൾ മാളമുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും. മേൽഭാഗത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ കാണില്ല. പക്ഷെ കുന്നിന്റെ അടിഭാഗത്ത് നിന്ന് തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും വൻതോതിൽ ഒഴുകിപ്പോകും. ഇതോടെ മേൽഭാഗത്തെ കുന്ന് താഴേക്കിരിക്കും. വമ്പൻ മൺകൂനയും പാറകളും മരങ്ങളുമെല്ലാം ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യും. മഴവെള്ളം പുറത്തേക്ക് ഒഴുകാൻ കഴിയാതെ കിടന്ന് മർദ്ദമേറുമ്പോൾ മണ്ണിൽ നിന്നും ശക്തിയായി പുറന്തള്ളുന്നതാണ് ഉരുൾപൊട്ടലെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു.
വെള്ളം മണ്ണിലേക്ക് താഴാതെ ഒലിച്ചു പോകാനായി നീർച്ചാലുകൾ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. മലയടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും എല്ലാം തന്നെ ആഴം കൂട്ടി വൃത്തിയാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട്. ഉരുൾപൊട്ടലിനെ പൂർണ്ണമായും തടയാനോ മുന്നറിയിപ്പ് നൽകാനോ ആവശ്യമായ സാങ്കേതിക വിദ്യ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ആഴത്തിൽ വേരിറങ്ങുന്ന തരത്തിലുള്ള മരങ്ങൾ മലഞ്ചെരുവുകളിൽ വെച്ചുപിടിപ്പിച്ചും നീർച്ചാലുകൾ വൃത്തിയാക്കിയും വനനശീകരണം തടഞ്ഞുമെല്ലാം ഒരു പരിധിവരെ ഉരുൾപൊട്ടലിനെ തടയാൻ സാധിക്കും. പക്ഷേ അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റത്താൽ ഉണ്ടാകുന്ന കനത്ത മഴ പോലുള്ള അവസ്ഥകൾക്ക് മുന്നിൽ വയനാട്ടിലേതുപോലെ തന്നെ മനുഷ്യർ എപ്പോഴും നിസ്സഹായരാവുകയാണ് പതിവ്.